വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പരിശീലനത്തിന്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ഇന്നത്തെ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചത് ഹാർദിക് പാണ്ഡ്യയും സഞ്ജുവുമായിരുന്നു. പാണ്ഡ്യ ബാറ്റിംഗിലും ബൗളിംഗിലും സ്ഥിരതയാർന്ന പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ബൗളേഴ്സായ അർഷദീപ് സിംഗും സിറാജും ഇന്ന് ബാറ്റിംഗ് പരിശീലനം ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ പ്രാക്ടീസ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ സന്നാഹ മത്സരം അത് ഇന്നാണ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്നലെ ഇന്ത്യ അവസാന പരിശീലന കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പരിശീലനത്തിന്റെ ആദ്യത്തെ സെക്ഷനിൽ സഞ്ജു, രോഹിത് ശർമ്മ, സൂര്യ ഇവരാണ് ബാറ്റ് ചെയ്തത്. ഇതിൽ രോഹിത് ശർമ്മയും സഞ്ജുവും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രണ്ടുപേരും ബൗളേഴ്സിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. സഞ്ജു തകർത്തടിക്കുന്ന വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പരിശീലനത്തിൽ സഞ്ജു ഇങ്ങനെ കളിച്ചാൽ ഉറപ്പായിട്ടും ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു തകർത്തടിക്കും. ന്യൂയോർക്കിലെ നസു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ താരങ്ങൾ പരിശീലന മത്സരങ്ങൾ നടത്തുന്നത്. ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ പരിശീലനമാണ്. താരം ഇന്ന് മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ബാറ്റിംഗിലും പാണ്ഡ്യ അടിച്ചു തകർത്തു. ആ പഴയ പാണ്ഡ്യയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ വാലറ്റ് ബൗളേഴ്സായ സിറാജ്, അർഷദീപ് സിംഗ് ഇവരെ കൊണ്ട് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യിച്ചു. രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. T20 ക്രിക്കറ്റ് ആകുമ്പോൾ വാലറ്റം സ്ട്രോങ് ആകണം. ചിലപ്പോൾ ഓരോ മാച്ച് ജയിപ്പിക്കുന്നത് വാലറ്റമായിരിക്കും. അതുകൊണ്ട് ബൗളേഴ്സിന് ബാറ്റിംഗ് പരിശീലനം കൊടുക്കുകയാണ് ഇന്ത്യ. സാധാരണ വാലറ്റമാണ് ഇന്ത്യക്ക് പണി തരാറ്. ബൗളേഴ്സിന് ബാറ്റ് ചെയ്യാൻ അറിയാറില്ല. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോലുള്ള ടീമുകളിൽ 10ാമൻ വരെ ബാറ്റ് ചെയ്യും. അതുപോലത്തെ സ്ക്വാഡിനെയാണ് അവർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ബൗളേഴ്സ് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തായാലും സഞ്ജു ഇന്ന് തകർത്തടിച്ചിട്ടുണ്ട്, അതുപോലെ പാണ്ഡ്യയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സന്നാഹ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.